നമസ്കാരം. കർത്താസ് ആയുർവേദിക് സെൻറ്ററിൽ നിന്നും ഡോക്ടർ ആരതി. ഞാനിന്ന് എല്ല് തേയ്മാനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടും ചെറുപ്പക്കാർക്ക് വരെ കണ്ടുവരുന്ന ഒരു രോഗമായി മാറിയിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ അതൊരു വാർദ്ധക്യകാല രോഗമായിരുന്നു. വേദനകൾ, തേയ്മാനം, നട്ടെല്ലിന് വളവ്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ പണ്ട് കുറവായിരുന്നു. കുറവെന്ന് വെച്ചാൽ ചെറുപ്പക്കാരിൽ കുറവായിരുന്നു. അതൊരു ഓൾഡ് ഏജ് ഡിസീസായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ചെറിയ കുട്ടികൾക്ക് തൊട്ട് വേദന സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ഡിസ്കിനൊക്കെ പ്രോബ്ലം വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കാൽഷ്യം കുറവാണ്. അങ്ങനെ കുറേ നാൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കും. എന്നാലും വലിയ രീതിയിൽ ഇതിനുള്ളൊരു മാറ്റമൊന്നും വരാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം അബ്സോർബ് ആകണമെങ്കിൽ, നമ്മൾ കഴിക്കുന്നത് അബ്സോർബ് ആകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റൊമക് ആസിഡ് കറക്റ്റ് pH വേണം. അതായത് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയും വേണം. സ്റ്റൊമക് ആസിഡിൻ്റെ pHും കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തത്തിൽ എല്ലാവരുടെയും വീക്കായതിനാൽ ഈ കറക്റ്റ് ഒരു ദഹനത്തിന് വേണ്ടിയുള്ളൊരു ഗ്യാസ്ട്രിക് എൻസൈംസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആസിഡ്, സ്റ്റൊമക് ആസിഡ് pH 2 അല്ലെങ്കിൽ 1 ആയിരിക്കണം. 1 തൊട്ട് 2 വരെയാണ് ഇതിൻ്റെ കറക്റ്റ് pH, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. ആ ഒരു കറക്റ്റ് pHലാണെങ്കിൽ മാത്രമേ ശരീരത്തിലേക്ക് ഫുൾ ദഹന പ്രക്രിയകൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും 3 4 അങ്ങനെ ഏതെങ്കിലും ഒരു pHലായി പോയാൽ ഈ കാൽഷ്യം അബ്സോർബ് ആവുകയില്ല. അപ്പം നമ്മൾ എത്ര തന്നെ കാൽഷ്യം എടുത്താലും ശരീരത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഹാര രീതി. അമിതമായിട്ടുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ, ആസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ, അതായത് ഷുഗർ, ഗ്രെയിൻസ്, നമ്മുടെ ധാന്യങ്ങളെല്ലാം തന്നെ സ്ലൈറ്റ്ലി അസിഡിക്കാണ്. അതൊന്നും അത്രയും കുഴപ്പമില്ല. പക്ഷേ ഹൈലി അസിഡിക്കായിട്ട് വരുന്നതാണ് റെഡ് മീറ്റ്. എല്ലാത്തരം മാംസങ്ങളും അസിഡിക് വർഗ്ഗത്തിലാണ്. പക്ഷേ അതിൽ ഏറ്റവും അസിഡിക്കായിട്ടുള്ളത് റെഡ് മീറ്റാണ്. അതേപോലെ തന്നെ അസിഡിക്കാണ് മുട്ടയും. നമ്മൾ കാൽഷ്യത്തിന് വേണ്ടി കഴിക്കുന്ന മുട്ട ചിലപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിലല്ല കഴിക്കുന്നതെങ്കിൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് വേണ്ടത് ആൽക്കലൈൻ ആയിട്ടുള്ള ആഹാരങ്ങളാണ്. അതായത് കൂടുതലായിട്ടും നല്ല റോ ആയിട്ടുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സൊക്കെയാണ് ശരീരത്തിന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുക. മറ്റേതൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള പ്രോട്ടീനും നിങ്ങളുടെ ദഹനശക്തി കുറച്ചെങ്കിലും കുറവാണെങ്കിൽ നിങ്ങൾക്കത് വേണ്ട രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനും അതിൽ നിന്നുമുള്ള കാൽഷ്യം അബ്സോർബ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെയധികം സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് നമ്മളുടെ ഈ ശരീരത്തിനുള്ളിൽ. അപ്പോൾ ഇത് നോർമലായിട്ട് തന്നെ മെറ്റബോളിക് വേസ്റ്റുകളായിട്ട് പുറത്ത് വിടുന്നത് ആസിഡുകളായിരിക്കും. അപ്പം അത് ന്യൂട്രലൈസ് ചെയ്യാൻ തന്നെ ശരീരത്തിന് വളരെയധികം ആൽക്കലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ശരീരത്തിന് ഉള്ളിൽ വേണം, ബഫേഴ്സ് ഉള്ളിൽ വേണം. അപ്പോൾ അതിന് പുറമെ നമ്മളിങ്ങനെ ഹൈലി അസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് എല്ലാത്തരം പാക്ഡ് ഫുഡ്സ്, അതിലെ കെമിക്കൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചായ, കാപ്പി, ഇതെല്ലാം ഹൈലി അസിഡിക് ഇതിൽ വരുന്നതാണ്. അപ്പം ഇതെല്ലാം നിരന്തരമായിട്ട് ചെല്ലുകയും നമ്മുടെ ആൽക്കലൈൻ ഫുഡിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ശരീരത്തിന് ബാലൻസ് തെറ്റും. അപ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ pH ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എപ്പോഴും ആൽക്കലൈൻ സ്റ്റേറ്റിലാണ് ഇരിക്കേണ്ടത്. ആ pHൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെല്ലുകൾക്ക് വർക്കാവാൻ പറ്റില്ല, നമ്മുടെ എൻസൈംസ് വർക്കാവില്ല, മരണം വരെ സംഭവിക്കാം. അപ്പോൾ എപ്പോഴും ശരീരം ഈ ബ്ലഡിനെ കറക്റ്റ് pHൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ആ pH മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമുള്ള ആൽക്കലൈൻ റിസർവ്സ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആൽക്കലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എടുക്കാൻ തുടങ്ങും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിനറൽസിൽ തന്നെ കാൽഷ്യം ആയിരിക്കും ഏറ്റവും ആദ്യം ശരീരം എടുക്കുക. കാരണം അതാണ് അതിന് ഹൈ pH ആണ്. അപ്പോൾ കാൽഷ്യം മാത്രമല്ല എടുക്കുക, കാൽഷ്യം, മഗ്നീഷ്യം, അങ്ങനെ കുറേ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലിൽ നിന്ന്, പല്ലിൽ നിന്ന്, നമ്മുടെ മസിലുകളിൽ നിന്നും അങ്ങനെ സ്റ്റോർഡ് ആയിട്ടുള്ള മിനറൽസിനെ ശരീരം അബ്സോർബ് ചെയ്യുക എന്നൊരു പ്രക്രിയയിലേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ പതുക്കെ നമ്മൾക്ക് ശരീരത്തിന് മൊത്തത്തിൽ ബലം കുറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലിന് ബലം കുറയുകയും ചെയ്യും. എല്ലിനെ മാത്രമല്ല ബാധിക്കുന്നത്, അതിനിടയിലുള്ള കശേരുക്കളെ, കാർട്ടിലേജുകളെ, അങ്ങനെ എല്ലാ ഫുൾ സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്.
അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം നട്ടലിലേക്ക് വരുമ്പോൾ നട്ടലിലെ വെർട്ടിബ്രയിലേക്ക് എത്തുമ്പോഴേക്കും അതിന് നമ്മുടെ സ്പൈനൽ കോളം അവിടെ ആയതിനാലും അവിടെ കുറേ നെർവ്സ് വെസൽസും ഒക്കെ നല്ല രീതിയിൽ പാസ്സാവുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു കൺജഷൻ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നെർവിനെ കംപ്രസ് ചെയ്യുകയും പല സ്ഥലങ്ങളിലേക്കുള്ള രക്തയോട്ടം തൊട്ട് ഈ നെർവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കും. ആ സമയത്തായിരിക്കും നമ്മൾക്കൊരു വേദനയായിട്ട് ഇത് അനുഭവപ്പെടുക. ആദ്യത്തെ സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ ഇത് അറിയണമെന്നില്ല, കുറേ നാൾ കഴിയുമ്പോഴാണ് പതുക്കെ ആയിരിക്കും ഇതൊരു സഹിക്കാൻ പറ്റാത്ത സ്റ്റേജ് എത്തുമ്പോഴാണ് മിക്കപ്പോഴും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഇത്രയും ഡാമേജുകൾ വന്നു കഴിഞ്ഞിരിക്കും. ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബ്ലഡ് പോലെ തന്നെയുള്ളൊരു സർക്കുലേഷനാണ് ലിംഫ് സർക്കുലേഷൻ എന്ന് പറയും. ഈ ലിംഫ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ ക്യാരി ചെയ്യുന്നതും പ്ലസ് ഒത്തിരി വേസ്റ്റുകളെ ഡീറ്റോക്സ് ചെയ്യുന്ന പരിപാടി ലിംഫിനാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ കൂടുതലായിട്ടും എക്സ്ക്രീഷൻ നടത്തുന്നത് സെൽ മെറ്റബോളിസമൊക്കെ കഴിഞ്ഞിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിംഫ് ഫ്ലൂയിഡിലേക്കായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കാരണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ തെറ്റായ ആഹാര രീതിയും സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണം കൂടുതൽ അനങ്ങാത്ത ഒക്കെ ലൈഫ് സ്റ്റൈൽ വരുമ്പോഴേക്കും ഈ ലിംഫിന് കട്ടി കൂടുകയും അതൊരു സ്ഥലത്ത് സ്റ്റാഗ്നൻ്റ് ആവുകയും ചെയ്യും. അതായത് നമ്മുടെ ഓരോ മസിൽ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഈ ലിംഫ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പം നമ്മൾ ശരീരം വേണ്ട വിധത്തിൽ അനക്കാതെ ഇരിക്കുമ്പോൾ, അതായത് എല്ലാ മസിലുകളും നമ്മളുടെ അനങ്ങിയാൽ മാത്രമേ ഈ ലിംഫ് കറക്റ്റായിട്ട് പുറത്തുനിന്ന് എക്സ്ക്രീറ്റ് ആയി പോവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആയി പോകും. പ്ലസ് ഇങ്ങനത്തെ ശരീരത്തിന് യോജിക്കാത്ത ആഹാരം കഴിയുമ്പോൾ കൂടുതലായിട്ട് വേസ്റ്റുകൾ ഉണ്ടാവുകയും അത് നമ്മുടെ നോർമൽ ഒരു ക്ലെൻസിങ്ങിൻ്റെ അപ്പുറത്തേക്കുള്ള വേസ്റ്റുകൾ ശരീരത്തേക്ക് വരുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും ശരീരത്തിന് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ലിംഫ് സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ ലിംഫ് ഒരു സ്ഥലത്ത് കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ കൂടും. അവിടെ ബാക്ടീരിയകൾ വളരാം. ഇതൊക്കെ ഡെയിലി ബോഡി ക്ലീൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ഒരു കണ്ടീഷനിലെത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലേക്ക് ശരീരം പോകും. പിന്നീട് മറ്റൊരു കാരണം എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലമേഷൻ വരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്ത് അസുഖം നോക്കിയാലും മതി, അതൊരു ഇൻഫ്ലമേഷൻ എന്നായിരിക്കും അതിൻ്റെ ഒരു റീസൺ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 2 ടൈപ്പ് ഓഫ് സെൽ ഡെത്ത് ഉണ്ടെന്ന് പറയാം. അതായത് ശരീരം നാച്ചുറലായിട്ട് ഒരു സെല്ലിനെ അതിൻ്റെ ആയുസ് എത്തിക്കഴിയുമ്പോൾ, ചിലപ്പോൾ ചില സെല്ലിൽ 4 ദിവസം ആയുസ് കാണുള്ളൂ, ചിലതിന് 120 ദിവസം കാണും. അപ്പോൾ ഇതൊരു സെൽ പ്രോഗ്രാമിലൂടെ ഇതിന് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കറക്റ്റ് ആ ഒരു ദിവസം എത്തുമ്പോഴേക്കും ഈ സെല്ലുകൾ പതുക്കെ അതിൻ്റെ കണ്ടൻസിനെയൊക്കെ ചുരുക്കി ഒരു നാച്ചുറലായിട്ട് ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിലേക്ക് അതാവുകയും അതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വന്നിട്ട് ഇമ്മ്യൂൺ സെൽസൊക്കെ വന്നിട്ട് അതിനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും ശരീരത്തിന് ദോഷമില്ലാത്തൊരു രീതിയിൽ. മറ്റൊരു സെൽ ഡെത്താണ് നെക്രോസിസ് എന്ന് പറയുന്നത്. അതൊരു ആക്സിഡൻറ്റ് പോലെ എന്ന് നമുക്ക് പറയാം. അതായത് സഡനായിട്ട് ശരീരം പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള സെൽ ഡെത്തുകൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഈ സെല്ലിനുള്ളിലുള്ള കണ്ടൻസ് പെട്ടെന്ന് പുറത്തു വരികയും അതൊരു നമുക്കൊരു ഒടിവോ ചതവോ ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന അതേ പ്രശ്നങ്ങൾ ശരീരത്തിന് ഉള്ളിൽ സംഭവിക്കും. അതായത് നമ്മൾ ഇത് നാച്ചുറൽ അല്ലാണ്ട് ബോഡിയിലേക്ക് ഇതേപോലെ കൂടുതൽ ടോക്സിൻസ് ഇടുമ്പോൾ കൂടുതൽ സെൽ ഡെത്തുകൾ ഉണ്ടാകും. അങ്ങനെ ഇത് നാച്ചുറലായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ലിവർ, കിഡ്നി, അതിനകത്തുള്ള ഇമ്മ്യൂൺ സെൽസ് എല്ലാം ആണ്. പക്ഷേ അവരുടെ കൺട്രോളിൽ നിന്നും പോകുന്ന അത്രയും രീതിയിലുള്ള സെൽ ഡാമേജുകൾ വരുമ്പോഴോ ശരീരത്ത് എപ്പോഴും ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഉണ്ടാവും. അതായത് ഈ ഫുൾ ശരീരം അങ്ങനെ ആകുമ്പോൾ അതിന് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പോൾ ഏത് സ്ഥലത്താണോ ഈ നീർക്കെട്ടുകൾ ഉണ്ടാകുന്നത് അതത് സ്ഥലത്ത് ഫങ്ഷൻ നേരെ ചൊവ്വേ നടക്കില്ല. അപ്പോൾ ലിവറിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ലിവറിൻ്റെ എല്ലാ ഫങ്ഷനും ഒന്ന് ഡിമ്മാകും, അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ ബോഡിക്ക് എക്സ്ക്രീഷൻ നടത്താൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ തൈറോയിഡിലാണ് ആ ഇൻഫ്ലമേഷൻ വരുന്നതെങ്കിൽ അത് തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളെ കുറയ്ക്കുന്നു. അങ്ങനെ പിന്നീട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ശരീരത്തിന് ഇതൊന്നും പറ്റാത്തൊരു സ്റ്റേജ് വരും. ആ സമയത്ത് പൂർണ്ണമായിട്ടും ആ അവയവത്തിൻ്റെ പ്രവർത്തനം നിൽക്കും. അപ്പം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ പ്ലസ് ഈ ലിംഫും എല്ലാം സ്റ്റാഗ്നേറ്റഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോഷണങ്ങൾ എത്താത്തൊരവസ്ഥ വരും. അപ്പം ഈ ഓരോ സെല്ല് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ ഹ്യൂമൻ ബോഡി ഫങ്ഷൻ ആവുകയുള്ളൂ. അപ്പോൾ ഈ സെല്ലിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് തിക്കാവുകയും ശരീരത്തിൻ്റെ അകത്തേക്ക് ഓക്സിജൻ പോലും കടക്കാത്തൊരവസ്ഥ വരും. ആ സമയം
ഇപ്പം എന്ത് പറ്റും, ഓക്സിജൻ കടക്കില്ല, അതിന് വേണ്ട ന്യൂട്രിയൻസ് കടക്കില്ല, വെള്ളം പോലും കടക്കില്ല. ആ സമയത്ത് സെല്ല് നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതായത് സെൽ ഡീജനറേഷനിലേക്ക് പോകും. അത് ഈ എല്ലുകളിലും സംഭവിക്കാം. ശരീരത്തിൽ എല്ലാ സ്ഥലത്തും സംഭവിക്കും, അതുപോലെ തന്നെ എല്ലുകളിലും സംഭവിക്കും. അപ്പം ഇതും മറ്റൊരു കാരണം. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് നശിപ്പിക്കുന്നത്. അപ്പം ആയുർവേദത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുക, ബോഡിയെ ഈ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസിൽ നിന്നും മുക്തി വരുത്തും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആയുർവേദിക് മസാജുകൾ ചൂട് കൊടുക്കലാക്കുക. അപ്പം ഈ സ്റ്റാഗ്നൻ്റായിട്ട് കിടക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റം പതുക്കെ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങും, രക്തയോട്ടം കൂടി തുടങ്ങും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കൂട്ടുന്ന മരുന്നുകളാണ് കൊടുക്കുക. അപ്പം കറക്റ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ എപ്പോഴും ആചാര്യം പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ദീപനകരമായിട്ടുള്ള ഔഷധങ്ങളാണ് കൊടുക്കുന്നത്. ആഹാരം, പഥ്യം എല്ലാം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബോഡി ഫുള്ള് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഒക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് നറിഷിംഗ് ആയിട്ടുള്ള ഫുഡിലേക്കും ഔഷധത്തിലേക്കും പോകും. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇപ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എല്ലാത്തിനും ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ട് ചെറിയ ഒരു എന്താ പറയുക, ഓയിൻമെൻ്റ് ഇട്ട് നോക്കും, അല്ലെങ്കിൽ കുറച്ചൊരു എണ്ണ തേച്ച് നോക്കും. പക്ഷെ അതുകൊണ്ടൊന്നും അത്ര ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു ഈ ഒരു രീതിയിലേക്ക് ഡയഗ്നോസ് ആവുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക, നിങ്ങളുടെ ഫുഡ് മാറ്റുക. എന്താണോ ഈ ഒരു അസുഖത്തിന്